ഹലോ ഫ്രണ്ട്സ്, ഞാനുള്ളത് വിഴിഞ്ഞം ഇന്റർനാഷണൽ പോർട്ട് ട്രിവാൻഡ്രത്താണ്. നമ്മുടെ മുന്നിലുള്ള MSC റോസ് എന്ന് പറയുന്ന വലിയൊരു മദർഷിപ്പ് വിഴിഞ്ഞം പോർട്ടിൽ ഇപ്പോൾ മൂറിങ്ങിലാണ്. മൂറിങ്ങിൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ കാണുന്ന ഹെവി റോപ്പ് ഉപയോഗിച്ച് ഷിപ്പിൻ്റെ മുന്നിലും പിന്നിലും സൈഡിലുമായിട്ട് നമ്മുടെ ബെർത്തുമായിട്ട് ചേർത്ത് കെട്ടി നിർത്തുന്നതിനെയാണ് മൂറിംഗ് എന്ന് പറയുന്നത്. ആ പൊസിഷനിലാണ് MSC റോസ് ഇപ്പോൾ ഏതാണ്ട് 364 മീറ്റർ നീളവും 51 മീറ്റർ ബീമും 16 മീറ്റർ മാക്സിമം ഡ്രാഫ്റ്റ്, ഇപ്പോൾ നിലവിലെ ഡ്രാഫ്റ്റ് 14.2 മീറ്റർ ഡ്രാഫ്റ്റുള്ള MSC റോസ് ആണ് നമ്മുടെ മുന്നിൽ വിഴിഞ്ഞം ട്രാൻസ്പോർട്ട് ട്രിവാൻഡ്രത്തിൽ ഇപ്പോൾ മൂറിങ്ങിലുള്ളത്. വളരെ മനോഹരമായ ഷിപ്പ്. അതുമാത്രമല്ല, ഈ വർഷം നിർമ്മിച്ച ഏറ്റവും പുതിയ ഷിപ്പ് തന്നെയാണ് MSC റോസ് എന്ന് പറഞ്ഞ ഷിപ്പ്. 2 ദിവസം വിഴിഞ്ഞം പോർട്ടിന് പുറത്ത് കാത്തുകിടന്ന ഷിപ്പ് ഇപ്പോൾ വിഴിഞ്ഞം പോർട്ടിനകത്ത് തന്നെ നമുക്ക് വളരെ വ്യക്തമായി കാണാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ കാണുന്നത് യാർഡ് പോർഷനിലാണ്. യാർഡ് പോർഷനിലെ ട്രെയിലർ ലോറികളെ നമുക്ക് കാണാൻ സാധിക്കും. അതുമാത്രമല്ല, ധാരാളം യാർഡ് ക്രെയിനുകളുമാണ്. യാർഡ് ക്രെയിനുകൾ സദാസമയം മൂവ് ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ നമ്മൾ കാണുന്നതാവട്ടെ, ഇപ്പോൾ നമ്മൾ കാൻഡിലിവർ റെയിൻമോണ്ട് ഗ്രാൻഡി ക്രെയിൻ D01 നിന്നും കണ്ടെയ്നറുമായിട്ട് ട്രെയിലർ പോകുന്നത് കാണാൻ സാധിക്കും. ഇത് 20 ഫീറ്റിൻ്റെ 2 കണ്ടെയ്നറാണ് ആ ലോറിയിലുള്ളത്. അത് നമുക്ക് ഇവിടെ നിന്നും കാണാവുന്നതാണ്. അത് D01 ആണ് നമുക്ക് ആ ട്രെയിലർ ലോറിയിലാക്കിയിട്ടുള്ളത്. അങ്ങനെ ധാരാളം ട്രെയിലർ ലോറി കൊണ്ട് നിറഞ്ഞ നമ്മുടെ വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീ പോർട്ടിൻ്റെ യാർഡ് പോർഷനാണ് നമ്മളീ കാണുന്നത്. അതുമാത്രമല്ല, യാർഡ് പോർഷനോട് ചേർന്നിട്ട് നമ്മുടെ MSC റോസിനെ നമുക്ക് വളരെ വ്യക്തമായിട്ട് അടുത്ത് കാണാനായിട്ട് സാധിക്കും. എനിക്ക് തോന്നുന്നു MSC റോസ് വിഴിഞ്ഞം ഇൻ്റർനാഷണൽ പോർട്ട് ട്രിവാൻഡ്രത്തിൽ ഇതുവരെ വന്നതിൽ വെച്ച് 2ാം സ്ഥാനം ലഭിക്കേണ്ട ഷിപ്പാണ്. 2ാം സ്ഥാനം എന്ന് പറയുമ്പോൾ കണ്ടെയ്നർ കപ്പാസിറ്റിയുടെ കാര്യത്തിൽ 15,600 TEU കണ്ടെയ്നർ കപ്പാസിറ്റിയുള്ള ഷിപ്പാണ് MSC റോസ്. വിഴിഞ്ഞം ഇൻ്റർനാഷണൽ പോർട്ട് ട്രിവാൻഡ്രത്തിൽ കയറുന്നതിന് 2 ദിവസമാണ് നമ്മുടെ പുറംകടലിൽ വെയിറ്റ് ചെയ്തിട്ടുള്ളത്. അതിനുശേഷമാണ് നമ്മുടെ പോർട്ടിനകത്തോട്ട് പ്രവേശിച്ചത്. MSC റോസും MSC ക്യാപ്റ്റൻ 3യും ഒരുമിച്ചാണ് വിഴിഞ്ഞം പോർട്ടിലേക്ക് വന്നതെങ്കിൽ പോർട്ടിനകത്ത് ആദ്യം കയറിയത് ഫീഡർ വെസലായ MSC ക്യാപ്റ്റൻ 3 ആണ്. MSC ക്യാപ്റ്റൻ 3 പോയി കഴിഞ്ഞതിന് ശേഷമാണ് MSC റോസ് വിഴിഞ്ഞം പോർട്ടിലേക്ക് എത്തിയത്. MSC റോസ് വിഴിഞ്ഞം പോർട്ടിലേക്ക് എത്തിയപ്പോൾ വീഡിയോ ഷൂട്ട് ചെയ്യാനേ സാധിച്ചില്ല. പക്ഷേ തിരിച്ചു പോകുമ്പോൾ തീർച്ചയായിട്ടും വീഡിയോ ഷൂട്ട് ചെയ്യാൻ സാധിക്കും എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. MSC റോസിൻ്റെ കണ്ടെയ്നർ കപ്പാസിറ്റി 15,600 TEU ആണ്. നമ്മൾ ഈ കാണുന്ന MSC കൈരി ആവട്ടെ 15,264, MSC ഓറിയൺ ആവട്ടെ 15,000 TEU, MSC ഡയല ആവട്ടെ 14,000 TEU. നിലവിൽ നമ്മുടെ ഈ പറയുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ഷിപ്പിംഗ് കമ്പനികളൊന്നായ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയുടെ വിരലെണ്ണാവുന്ന വലിയ ഷിപ്പിലൊന്നായ MSC ക്ലൗഡ് ജെറാഡറ്റ് വന്നപ്പോൾ ഷിപ്പിൻ്റെ കണ്ടെയ്നർ കപ്പാസിറ്റി എന്ന് പറയുന്നത് 24,116 TEU ആയിരുന്നു. അതിനുശേഷം വരുന്ന ഷിപ്പുകളിൽ ഏറ്റവും വലിയ ഷിപ്പ് തന്നെയാണ് MSC റോസ് എന്ന് തന്നെ പറയാം. കാരണം 15,600 TEU കണ്ടെയ്നർ കപ്പാസിറ്റിയാണ് MSC റോസിന്. ഈ വർഷം പണിത ഏറ്റവും പുതിയ ഷിപ്പ് തന്നെയാണ് MSC റോസ് നമുക്ക് മുന്നിലുള്ളത്. MSC റോസ് വൈകുന്നേരത്തോടുകൂടി വിഴിഞ്ഞം പോർട്ടിനോട് വിട പറഞ്ഞു പോകും എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ പറഞ്ഞ വെസ്റ്റ് ആഫ്രിക്കയിലെ ടിമ എന്ന് പറയുന്ന പോർട്ടിലേക്കാണ് നമ്മുടെ MSC റോസ് പോകുന്നത്. അതിനുവേണ്ടിയുള്ള സേഫ്റ്റി പ്രിക്കോഷൻസോട് കൂടി തന്നെയാണ് MSC റോസ് പോകുന്നത് എന്നും അറിയാൻ സാധിച്ചു. ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന MSC റോസ് വരുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു 13.9 14.6 മീറ്ററായിരുന്നു MSC റോസിൻ്റെ ഡ്രാഫ്റ്റ്. നമുക്ക് പോകുമ്പോൾ എത്രത്തോളം ഡ്രാഫ്റ്റ് ഉണ്ടെന്ന് നോക്കാം. അതുമാത്രമല്ല, ഒരു സന്തോഷമായ വാർത്ത നമുക്ക് അറിയാൻ സാധിച്ചത് നമ്മുടെ വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീ പോർട്ട് 2 മാസമായിട്ടുള്ളൂ. ട്രയൽ റൺ തുടങ്ങിയിട്ട് വരുന്ന ഷിപ്പുകളുടെ എല്ലാം ഡീറ്റെയിൽ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. ഏതാണ്ട് 14ാമത്തെ ഷിപ്പ് തന്നെയാണെന്ന് തോന്നുന്നു നമ്മളെ ഈ കാണുന്ന MSC റോസ്. തിരിച്ചു പോകുമ്പോൾ തീർച്ചയായിട്ടും ഡീറ്റെയിൽ നൽകുന്നതായിരിക്കും. ഈ പറയുന്ന 2 മാസം കൊണ്ട് 25,000 TEU കണ്ടെയ്നർ കപ്പാസിറ്റി അല്ലെങ്കിൽ ഹാൻഡിൽ ചെയ്യാൻ സാധിച്ചു നമ്മുടെ വിഴിഞ്ഞം പോർട്ടിന് എന്നാണ് അറിയാൻ സാധിച്ചത്. അത് വളരെയധികം സന്തോഷം നൽകുന്ന വാർത്ത തന്നെയാണ്. ധാരാളം മദർഷിപ്പുകളും ഫീഡർ വെസലുമാണ് വിഴിഞ്ഞം ഇൻ്റർനാഷണൽ പോർട്ട് ട്രിവാൻഡ്രത്തിൽ വന്നു പോകുന്നത്. MSC അന്ന ഇപ്പോൾ കൊച്ചി പോർട്ടിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ കൊച്ചിയിൽ എത്തിയിട്ടുണ്ട്. MSC അന്നയും നാളത്തോടുകൂടി വിഴിഞ്ഞം ഇൻ്റർനാഷണൽ പോർട്ട് ട്രിവാൻഡ്രത്തിലേക്ക് വരുന്നതായിരിക്കും. ഒരു വലിയൊരു മദർഷിപ്പ് തന്നെയാണ് MSC അന്ന. അതുമാത്രമല്ല, അടുത്ത മദർഷിപ്പുകൾ ധാരാളമായി വിഴിഞ്ഞം പോർട്ടിലേക്ക് ചാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ കാണുന്നതായിട്ട് നമ്മുടെ STS ക്രെയിൻ്റെ അടുത്തോട്ട് ധാരാളം ഈ പറയുന്ന ട്രെയിൽ ലോറികളിലായിട്ട് കണ്ടെയ്നർ നിരയായി നിൽക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. STS ക്രെയിൻ 1, 2, 3, 4
5 STS സ്ക്രീനുകളാണ് നമ്മൾ ഈ പറയുന്ന MSC അന്നയിലേക്ക് കണ്ടെയ്നർ ലോഡ് ചെയ്യുന്നത്. നമ്മൾ കാണാൻ സാധിക്കും ബാക്കിയുള്ള 3 STS ക്രെയിനിൻ്റെ ബൂം പൂർണ്ണമായിട്ടും ഉയർത്തിയിട്ടുണ്ട്. 5 STS ക്രെയിനാണ് ഒരു മദർഷിപ്പിന് വേണ്ടി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് തന്നെ പറയേണ്ടി വരും. വളരെ ഫാസ്റ്റായിട്ട് തന്നെയാണ് വർക്കുകളെല്ലാം നടക്കുന്നത്. നമ്മൾ ഈ കാണുന്ന പോലെ യാർഡിലിരിക്കുന്ന യാർഡ് ക്രെയിനുകളെല്ലാം തന്നെ ഫുള്ളി ഓട്ടോമാറ്റിക് ക്രെയിനും നമ്മൾ ഈ കാണുന്ന STS ക്രെയിൻ ആവട്ടെ സെമി ഓട്ടോമാറ്റിക് ക്രെയിനുമാണ്. അങ്ങനെ ഈ പറയുന്ന സെമി ഓട്ടോമാറ്റിക് ക്രെയിനും ഫുള്ളി ഓട്ടോമാറ്റിക് ക്രെയിനും കൺട്രോൾ ചെയ്യുന്നത് നമുക്ക് വളരെ ദൂരെയായിട്ട് കാണുന്ന ഈ പറയുന്ന പോർട്ട് ഓഫീസ് ബിൽഡിങ്ങിലെ PO ബിൽഡിങ്ങിൻ്റെ 3-ാമത്തെയോ 4-ാമത്തെയോ നിലയിരുന്ന ഓപ്പറേറ്റിംഗ് റൂമിൽ ഇരുന്നിട്ടാണ് ഈ പറയുന്ന ക്രെയിനുകളെല്ലാം കൺട്രോൾ ചെയ്യുന്നത്. ഇതാണ് വിഴിഞ്ഞം ട്രാൻസ്പോർട്ട്. അതിനാൽ നമ്മുടെ വിഴിഞ്ഞം ട്രാൻസ്പോർട്ടിനെ ഒരു സെമി ഓട്ടോമാറ്റിക് പോർട്ട് എന്ന് തന്നെയാണ് അറിയപ്പെടുന്നത്. ആ പോർട്ടിലാണ് നമ്മുടെ MSC റോസ് എന്ന് പറയുന്ന വലിയൊരു മദർഷിപ്പ് ഇപ്പോൾ മൂറിങ്ങിലായിട്ടുള്ളത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഷിപ്പ് മൂറിങ്ങിൽ തന്നെയാണ്. ധാരാളം കണ്ടെയ്നറുകളാണ് ഈ പറയുന്ന MSC റോസിനകത്തുള്ളത്. കറക്റ്റായിട്ട് നമുക്ക് അറിയില്ല. നിലവിൽ കണ്ടെയ്നർ കപ്പാസിറ്റി എന്ന് പറയുന്നത് 15,600 TUV കണ്ടെയ്നർ കപ്പാസിറ്റിയും 1,500 TUV റീഫർ കണ്ടെയ്നറുമുണ്ട്. നമ്മൾ തൊട്ട് മുന്നേ കഴിഞ്ഞ പ്രാവശ്യം വീഡിയോ ചെയ്തപ്പോൾ റീഫർ കണ്ടെയ്നർ ചാർജ് ചെയ്തിരിക്കും നമ്മുടെ യാർഡ് പോസ്റ്റിൻ്റെ സ്ഥലത്ത് ഒരു ഷെൽട്ടർ പോലെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അവിടെയാണ് നമ്മൾ ഈ റീഫർ കണ്ടെയ്നർക്ക് സദാസമയം ചാർജിങ് കൊടുക്കുന്നത്. നമ്മുടെ ഈ പോർട്ട് പണിത സമയത്ത് തന്നെ റീഫർ കണ്ടെയ്നർ ചാർജ് ചെയ്തതിന് ആവശ്യമായിട്ടുള്ള ബങ്കറുകൾ സ്ഥാപിക്കുന്നത് വരെ നമ്മുടെ ചാനലിൽ തന്നെ വീഡിയോ ഉണ്ട്. ആ ബങ്കറുകൾ ഉപയോഗിച്ച് ചാർജ് കൊടുത്തിട്ടാണ് എപ്പോഴും റീഫർ കണ്ടെയ്നർ നിലവിൽ അവിടെ സൂക്ഷിച്ചിരിക്കുന്നത്. റീഫർ കണ്ടെയ്നർ എന്താണെന്ന് ചോദിച്ചാൽ പലർക്കും അറിയായിരിക്കും. നമ്മൾ ഈ പറയുന്ന ഒരേ ടെമ്പറേച്ചർ സൂക്ഷിക്കാൻ പറ്റുന്ന സാധനങ്ങളാണ് റീഫർ കണ്ടെയ്നറിൽ സൂക്ഷിക്കുക. ടെമ്പറേച്ചർ വേരിയേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ റീഫർ കണ്ടെയ്നറിനകത്ത് സൂക്ഷിച്ചിരിക്കുന്ന സാധനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കും. അതുകൊണ്ട് അങ്ങനെ സൂക്ഷിച്ചിരിക്കുന്ന സാധനങ്ങളാണ് റീഫർ കണ്ടെയ്നറിലേക്ക് കൊണ്ടുപോകുന്നത്. റീഫർ കണ്ടെയ്നറും അതിനു വേണ്ടിയുള്ള തന്നെയാണ്. അങ്ങനെയുള്ള 1,500 TUV കണ്ടെയ്നർ വഹിക്കാൻ ശേഷിയുള്ള കപ്പലാണ് നമ്മുടെ ഈ പറയുന്ന MSC റോസ്. പല കപ്പലുകളിലും 1000 TUV ആയിരിക്കും, മിക്കതിനും 1,500. വളരെ കുറച്ച് തന്നെയാണ്. വലിയൊരു മദർഷിപ്പിന് മാത്രമാണ് 1,500 TUV കണ്ടെയ്നർ കപ്പാസിറ്റി ഇതിലുള്ളത്. നിലവിൽ MSC കൈലിക്കും MSC ഓറിയോൺ MSC ഡയലിക്കും ഉണ്ടായിരുന്നു. ഈ ഷിപ്പിനും 1,500 TUV ഉണ്ട്. ഇപ്പോൾ നിലവിലുള്ളത് ടോട്ടൽ ഈ പറയുന്ന 15,600 TUV കണ്ടെയ്നർ കപ്പാസിറ്റിയും ഏതാണ്ട് 20/1/2020 നിർമ്മിച്ച 20/1/2024 നിർമ്മിച്ച വളരെ പുതിയ ഷിപ്പ് തന്നെയാണ് നമ്മുടെ ഈ പറയുന്ന MSC റോസ്. ഏതാണ്ട് 364 മീറ്റർ നീളവും 51 മീറ്റർ ബീമുമുള്ള MSC റോസ് ആവട്ടെ 16 മീറ്ററാണ് മാക്സിമം ഡ്രാഫ്റ്റ്. ഈ 16 മീറ്റർ തന്നെയാണ് MSC കൈലയ്ക്കും MSC ഓറിയോണും MSC ഡയലയ്ക്കും. ഏതാണ്ട് MSC ഡയല മാത്രം 17.5 ആണ്. ഏതാണ്ട് അതേ കാറ്റഗറിയിൽ വരുന്ന ഷിപ്പ് തന്നെയാണ് MSC റോസ്. പക്ഷേ കണ്ടെയ്നർ കപ്പാസിറ്റിയുടെ കാര്യത്തിൽ കുറച്ച് കൂടുതൽ തന്നെയാണ്. 15,600 TUV കണ്ടെയ്നർ കപ്പാസിറ്റി ഉള്ള കപ്പലാണ് നമുക്ക് മുന്നിലുള്ളത്. നമ്മൾ ഈ കാണുന്ന STS ക്രെയിൻ്റെ ബൂം ആവട്ടെ ഏതാണ്ട് 72 മീറ്ററോളം നീളമുണ്ട്. നമ്മുടെ ഈ പറയുന്ന ഷിപ്പിനാവട്ടെ ഏതാണ്ട് 51 മീറ്റർ വീതിയാണുള്ളത്. അപ്പോൾ അതിനെക്കാട്ടും ഏതാണ്ട് 20 മീറ്ററോളം നീളക്കൂടുതലുള്ള നമ്മുടെ STS ക്രെയിന് തന്നെയാണ് നമ്മുടെ വിഴിഞ്ഞം പോർട്ടുള്ളത്. അത് കാരണം ലോകത്തിലെ ഏതൊരു ഷിപ്പ് വന്നാലും വളരെ അനായാസന ലോഡിങ് ആൻഡ് അൺലോഡിങ് നടത്താൻ ഈ STS ക്രെയിനെ കൊണ്ട് സാധിക്കും. കാരണം അതിൻ്റെ ബൂം നീളക്കൂടുതലുള്ള ബൂം തന്നെയാണുള്ളത്. അതിനാൽ അത് വളരെ ഈസി ആയിട്ട് സാധിക്കും. ഇപ്പോൾ നിലവിൽ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ധാരാളം ലോറികളാണ്. ഇപ്പോൾ STS ക്രെയിൻ്റെ അടുത്ത് 1, 2, 3, 4, 5 STS ക്രെയിൻ്റെ അടുത്ത് വെയിറ്റിങ്ങിലെ കണ്ടെയ്നർ ഷിഫ്റ്റ് ചെയ്യുന്നതിന് ട്രെയിലർ ലോറികൾ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. MSC അന്ന ഇന്ന് വൈകുന്നേരത്തോടെ വിഴിഞ്ഞം പോർട്ടിൽ നിന്നും പുറത്തേക്ക് പോകും എന്നാണ് അറിയാൻ സാധിച്ചത്. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ MSC അന്നയുടെ വീഡിയോ ഷൂട്ട് ചെയ്യുന്നതായിരിക്കും. കാരണം പ്രത്യേകം സേഫ്റ്റി പ്രിക്കോഷൻസോട് കൂടിയായിരിക്കും നമ്മുടെ MSC അന്ന നമ്മൾ ഈ കാണുന്ന വെസ്റ്റ് ആഫ്രിക്ക വഴി ചുറ്റിപ്പോകുന്നത്. വെസ്റ്റ് ആഫ്രിക്കയിലോട്ട് പോകുന്നത് ആഫ്രിക്ക വഴി ചുറ്റിപ്പോകുന്നതിനായിട്ട് കാരണം പൈറേറ്റ്സ് ആക്രമണം ഉള്ളത് കൊണ്ടാണ് സേഫ്റ്റി പ്രിക്കോഷൻസോടുകൂടി MSC അന്ന പോകുന്നു. MSC അന്ന അല്ല MSC റോസ് പോകുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ വീഡിയോയും തീർച്ചയായിട്ടും ഷൂട്ട് ചെയ്യാൻ സാധിക്കും. നമ്മളെ സ്ഥിര സ്ഥലത്ത് നിന്ന് തന്നെ വീഡിയോ ഷൂട്ട് ചെയ്യാൻ സാധിക്കും എന്ന് തന്നെയാണ് കരുതുന്നത്. താങ്ക് യു ഫ്രണ്ട്സ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഫാമിലി മെമ്പറിൽ ഒരു അംഗമായി കഴിഞ്ഞാൽ ഞാനിടുന്ന ഓരോ വീഡിയോയും ആദ്യം തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു.